ജയസൂര്യൻ, ഇതിപ്പോൾ ഒരു പൊതുവായിട്ട് ഇത്തരത്തിലുള്ള ഒരു പ്രചാരണം വരുന്നുണ്ട്. 284 സീറ്റുകളിലെ വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ BJPക്ക് സീറ്റുകൾ കുറയാം. അത് പലതരത്തിൽ പറയുന്നുണ്ട്. 20 സീറ്റുകളെങ്കിലും കുറയാം ഈ 284 വോട്ടെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്ന് പറയുന്നവരുണ്ട്. അതേപോലെ തന്നെ ഇവിടെ VPP മുസ്തഫ കോട്ട് ചെയ്തതുപോലെ 45ഓളം സീറ്റുകളിൽ തിരിച്ചടി ഉണ്ടായേക്കാം എന്നൊക്കെ വ്യത്യസ്തമായ കണക്കുകളുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? ഇങ്ങനെയൊരു പ്രചാരണം മാത്രമാണോ? പക്ഷേ ഇത് സമീപകാലത്തെ സംഭവങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് പറയുന്നുണ്ട്. അധികാരം എവിടെയാണോ അങ്ങോട്ട് ചായുന്ന ആളുകൾ ഇപ്പോൾ പെട്ടെന്ന് അതിൽ നിന്ന് മാറുന്ന കാഴ്ച കാണുന്നു എന്നുള്ളതും ഇത്തരമൊരു ഈ 400ന്റെ കണക്കിൽ നിന്നൊക്കെ ഒരുപാട് താഴേക്ക് പോയി എന്നുള്ള സൂചന നൽകുന്നു എന്നാണ്. പ്രതിപക്ഷത്തിന്റെ ഇത്തരം ആഗ്രഹങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ മനോരാജ്യത്തിൽ എന്തിന് അർദ്ധരാജ്യം, സീറ്റുകൾ കുറയും എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പം ഇത്തവണ BJP അധികാരത്തിൽ വരാനേ പോകുന്നില്ല, BJPക്ക് 150 സീറ്റോ 100 സീറ്റോ കിട്ടില്ല എന്നൊക്കെ അങ്ങ് പറയാമല്ലോ. 4-ാം തീയതി വരെ എന്തു പറയാം. പക്ഷേ ഇതുപോലുള്ള ആക്ഷേപങ്ങൾ മാത്രമല്ല, ഇതിനേക്കാൾ കനത്ത ആക്ഷേപങ്ങളായിരുന്നു കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത് പ്രതിപക്ഷം ഉയർത്തിയിരുന്നത്. അന്ന് പ്രതിപക്ഷം മാത്രമല്ല, മാധ്യമങ്ങളടക്കം ധാരാളം പേര്, പണ്ഡിതന്മാര്, ഇലക്ഷൻ പണ്ഡിതന്മാര് എല്ലാവരും തന്നെ ഇതുപോലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. അവിടെയാണ് BJP ഇത്ര ഉജ്ജ്വലമായ വിജയം കഴിഞ്ഞ തവണ നേടിയത്. എന്നാൽ ഇത്തവണ നോക്കുമ്പോൾ അതിനുള്ള യാതൊരു സാഹചര്യവും കാണുന്നില്ല. എന്തുകൊണ്ടെന്നാൽ പ്രതിപക്ഷത്തിനാണ് ഇപ്പോൾ നിർബന്ധം BJPക്ക് 400ന് മുകളിൽ എത്തിക്കണം എന്നുള്ളത്. അതായത് BJP മുന്നണിയുടെ ഭൂരിപക്ഷം കൂട്ടുക എന്നുള്ള ലക്ഷ്യം ഇന്ന് ഇന്ത്യ മുന്നണിയുടെ, അങ്ങനെ പറഞ്ഞാൽ ഇന്ത്യ ബാക്കിയുണ്ടെങ്കിൽ അവരുടെ അജണ്ടയായി ഇന്ന് മാറിയിരിക്കുകയാണ്. നമുക്കറിയാമല്ലോ, ഇന്ത്യ മുന്നണി കെട്ടിപ്പടുക്കുന്ന സമയത്ത് അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് എത്രയോ വലിയ നേതാക്കന്മാർ കൈയുയർത്തിയതാണ്. എത്രയോ പാർട്ടികൾ, എത്രയോ ദേശീയ നേതാക്കന്മാർ അങ്ങനെയൊക്കെ വന്നിട്ട് ഇപ്പോൾ എവിടെ നിൽക്കുന്നു? ഓരോ ദിവസം കഴിയുമ്പോഴും, ഓരോ ഘട്ടം ഇലക്ഷൻ കഴിയുമ്പോഴും പ്രതിപക്ഷ മുന്നണി, അതായത് ഇന്ത്യ മുന്നണി ദുർബലവും ശിഥിലവുമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച എല്ലാവരും കാണുന്ന കാര്യമല്ലേ? പക്ഷേ ശ്രീ എസ് ജയസൂര്യൻ, അങ്ങനെ ഉണ്ടോ? ഇപ്പോൾ നിതീഷ് കുമാർ വിട്ടുപോയി, അത് തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ സംഭവിച്ച കാര്യമാണല്ലോ. അതല്ലാതെ വേറെ എവിടെയാണ് ഭിന്നതയുള്ളത്? ഇപ്പോൾ ഡൽഹിയിലൊക്കെ ഒരേ മനസ്സിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഉത്തർപ്രദേശിൽ എന്താണ് കുഴപ്പം? SP-യും കോൺഗ്രസും തമ്മിൽ ഒരു വിഷയവും വന്നിട്ടില്ല. മഹാരാഷ്ട്രയിൽ അവിടെ ഇന്ത്യ സഖ്യത്തിൽ ഏതെങ്കിലും വിള്ളൽ ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുമോ? അങ്ങനെ അത് നമ്മൾ പൊതുവേ അങ്ങനെ ഇന്ത്യ സഖ്യത്തിൽ അമർഷം അല്ലെങ്കിൽ യോജിപ്പില്ല എന്നൊക്കെ പറയാമെങ്കിലും സമീപകാലത്ത് അങ്ങനെ കാണുന്നില്ലല്ലോ. അല്ല, ഇന്ത്യ മുന്നണി നിലവിലുള്ള ഒരു സംസ്ഥാനമേ പറയാൻ പറ്റുള്ളൂ, അത് തമിഴ്നാടാണ്. തമിഴ്നാട്ടില് കോൺഗ്രസ്, CPM, DMK എന്ന് തുടങ്ങി ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളെല്ലാം കൂടി ഒന്നിച്ചു നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. ബാക്കി ഏത് സംസ്ഥാനത്തുണ്ട് ഇന്ത്യ മുന്നണി? തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞു ഞങ്ങൾ ഈ ഏർപ്പാടിനില്ല. CPIM പറയുന്നു ഞങ്ങൾ ഇന്ത്യ മുന്നണിയിലില്ല, പക്ഷെ ചില നീക്കുപോക്കുകൾ ഒക്കെ ഉണ്ട്. അപ്പോൾ ഒന്നിച്ചു നിന്ന് കൈ ഉയർത്താൻ വേണ്ടി സ്റ്റേജിൽ കയറുകയും കെട്ടിപ്പിടിക്കുകയും ചെയ്തിട്ട് പത്രക്കാരുടെ മുമ്പിൽ ഞങ്ങൾ ഒന്നാണ് എന്ന് പറഞ്ഞിട്ട് അടുത്ത നിമിഷം സ്വന്തം സംസ്ഥാനങ്ങളിലേക്ക് പോയി പ്രചരണത്തിൽ ഏർപ്പെടുമ്പോൾ പരസ്പരം മത്സരിക്കുകയാണ്. വയനാട്ടിൽ നമ്മൾ കണ്ടല്ലോ, രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി പാടുപെടുന്ന ആനി രാജ അതേ രാഹുൽ ഗാന്ധിക്കെതിരെയാണ് മത്സരിക്കുന്നത്. പക്ഷെ അങ്ങനെ പരസ്പരം മത്സരിച്ചാൽ പോലും ഒരേ അക്കൗണ്ടിലേക്കാണ് ആ സീറ്റുകൾ ചേർക്കപ്പെടുക. അത് BJP നേരിടുന്ന ഒരു വെല്ലുവിളിയാണല്ലോ. അല്ല, അങ്ങനെയാണെങ്കിൽ ആനി രാജ CPIക്ക് കിട്ടിയ മറ്റേതെങ്കിലും ഒരു സീറ്റിൽ പോയി നിന്ന് ജയിച്ചാൽ ഒരു സീറ്റും കൂടി ഇടതുപക്ഷത്തിന് കൂടുതൽ കിട്ടില്ലേ? ഒരു സീറ്റും കൂടി രാഹുൽ ഗാന്ധിക്ക് പിന്തുണ കിട്ടില്ലേ? എന്തിനാണ് ആ സാധ്യത നശിപ്പിക്കുന്നത് എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. കാരണം ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടവരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടായിക്കാണാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ പോലും അത് സാധിച്ചു കൊടുക്കാത്ത ഒരു മുന്നണി സംവിധാനമാണ് ഇന്ത്യ മുന്നണി എന്നുള്ളതാണ് ഇന്ന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജയസൂര്യ, ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സ്ഥലങ്ങൾ എന്ന് പറയുന്നത് തെലങ്കാനയും ആന്ധ്രാപ്രദേശും ഒഴിച്ചു നിർത്തിയാൽ കൂടുതലും ഹിന്ദി ഹൃദയഭൂമിയിലാണ്. അതുപോലെ തന്നെ പശ്ചിമേന്ത്യയിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ പലയിടങ്ങളിലും കോൺഗ്രസും BJPയും നേരിട്ട് ഏറ്റുമുട്ടുന്ന സംസ്ഥാനങ്ങളുമുണ്ട്. ഇനി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നവയിൽ ചിലയിടങ്ങളിൽ കുറച്ച് സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി ഭൂരിഭാഗവും ബാക്കി നിൽക്കുകയാണ് നേരിട്ട് ഏറ്റുമുട്ടുന്ന സ്ഥലങ്ങൾ. അവിടെയൊക്കെ ഇന്ത്യ മുന്നണി എന്ന കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല. കാരണം മറ്റു പാർട്ടികളൊക്കെ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട്. ചെറിയ പാർട്ടികളായിട്ട് അവിടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പോലും അവർ സഖ്യത്തിൽ നിന്ന് വേർപെട്ടിട്ടില്ല. ഇപ്പോൾ ഉദാഹരണം രാജസ്ഥാൻ എടുക്കാം. അവിടെ CPM-ന് ഒരു സീറ്റ് പോലും കോൺഗ്രസ് നൽകിയിരിക്കുകയാണ്. അത് മഞ്ജുഷ പറഞ്ഞത് വളരെ ശരിയാണ്. അതായത് BJP ക്ലീൻ സ്വീപ്പ് നടത്തിയ സംസ്ഥാനങ്ങളിലാണ് ഇനി കൂടുതൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ ബാക്കിയുള്ളത്. അപ്പോൾ അവിടെ
ഒരു സംശയവുമില്ല. CPM-ന് 4, 5, 10 സീറ്റ് വേണമെങ്കിലും കോൺഗ്രസിന് കൊടുക്കാം. കാരണം കോൺഗ്രസ് ഏതായാലും ജയിക്കുകയില്ല. ആരും ജയിക്കുകയില്ലാത്ത സീറ്റ് എത്ര വേണമെങ്കിലും ദാനം ചെയ്യാം. പക്ഷെ അങ്ങനെയൊക്കെ മേടിച്ചാൽ അവിടെയൊക്കെ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയെ നിർത്താനില്ലാത്തത് കൊണ്ടായിരിക്കും CPM ഒരെണ്ണം മതി എന്ന് പറഞ്ഞ് ഒരു സീറ്റിൽ മാത്രം മത്സരിക്കുന്നത്. അത് ഒരു വീരചരമത്തിന് വേണ്ടിയുള്ള ഇറങ്ങിപ്പുറപ്പാടാണെന്ന് കോൺഗ്രസിനും അറിയാം, CPM-നും അറിയാം. അപ്പോൾ രാജസ്ഥാൻ ആണെങ്കിലും ഗുജറാത്ത് ആണെങ്കിലും മധ്യപ്രദേശ് ആണെങ്കിലും UP ആണെങ്കിലും ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ പ്രതിപക്ഷത്ത് എന്ന് പറയാൻ ഒരു പാർട്ടി പോലും ഇല്ല. അതാണ് അവിടുത്തെ അവസ്ഥ. അപ്പൊ അവിടെ മുന്നണി ഉണ്ട് എന്ന് വെറുതെ സമാധാനിക്കാമെന്നല്ലാതെ ഹരിയാനയിലെ അവസ്ഥ ഇവിടെ ശ്രീ VPP മുസ്തഫ ചൂണ്ടിക്കാണിച്ചു. ശ്രീ S ജയസൂര്യൻ, അവിടെ ഈ BJPക്ക് ഒപ്പമായിരുന്നു ഈ സ്വതന്ത്രർ, അവർ പിന്തുണ പിൻവലിക്കുകയാണ് ഉണ്ടായത്. ഇത് പല സംസ്ഥാനങ്ങളിലും അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ പോലും അധികാരം ഉറപ്പാക്കാൻ BJPക്ക് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇതൊരു ട്രെൻഡിന്റെ സൂചനയായിട്ടാണ് കാണുന്നത്. ഇങ്ങനെ അധികാരത്തിലിരിക്കുന്ന പാർട്ടിയെ വിട്ടൊഴിഞ്ഞു പോകുമ്പോൾ ഇനി ഭാവിയിൽ എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു നേരത്തെ കൂട്ടിയുള്ള ഒരു ദീർഘവീക്ഷണം എന്ന് പറയാം, അത് സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. അതുകൂടെ കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനെ മത്സരം നടക്കാൻ പോകുന്നു അടുത്ത ഘട്ടങ്ങളിൽ എന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തലുകൾ വരുന്നത്. അല്ല, ആ വിലയിരുത്തലുകൾ വരുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമുണ്ട്. BJPയിലേക്ക് ഏതെങ്കിലും MLA-മാരോ MP-മാരോ വന്നാൽ അത് പണം കൊടുത്തു വാങ്ങിയതാണ്, അല്ലെങ്കിൽ ED-യെ കാണിച്ച് ഭയപ്പെടുത്തിയതാണ് എന്നാണ് ഇപ്പൊ വ്യക്തമായിട്ട് പറയുക. എന്നാൽ ഈ ലോക്സഭാ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ നിരവധി സിറ്റിംഗ് BJP MP-മാര് കോൺഗ്രസിലേക്കും സമാജ്വാദി പാർട്ടിയിലേക്കും മറ്റ് പ്രതിപക്ഷ പാർട്ടികളിലേക്കും പോവുകയുണ്ടായി. ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഉദാഹരണവും അതുപോലെ തന്നെയാണ്. അവിടെ ഒരു പാർട്ടി തന്നെ പോയി. അങ്ങനെ പോകുമ്പോൾ എന്തുകൊണ്ടാണ് പ്രതിപക്ഷം പറയാത്തത് ഞങ്ങൾ പൈസ കൊടുത്തു വാങ്ങിച്ചതാണ്, ഞങ്ങളുടെ പോലീസിനെ കാണിച്ച് പേടിപ്പിച്ചതാണ് എന്നൊന്നും അല്ലല്ലോ പറയുന്നത്? അത് ജനാധിപത്യത്തിന്റെ മഹാവിജയമായിട്ട് ആഘോഷിക്കുകയും BJPയിൽ നിന്ന് പുറത്തേക്ക് പോയാൽ അതൊക്കെ ജനാധിപത്യ വിജയവും, BJPയിലേക്ക് ആരെങ്കിലും വന്നാൽ അത് പണം കൊടുത്തു വാങ്ങിയതും ED-യെ കാണിച്ച് ഭയപ്പെടുത്തിയതും എന്ന് പറയുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് രംഗത്ത് വിശദീകരിക്കാൻ ഞങ്ങൾക്ക് കിട്ടുന്ന നല്ല അവസരമാണ്. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ജനങ്ങൾ അതിന് വിധി എഴുതും, ഒരു സംശയവുമില്ല. അക്കാര്യത്തിൽ ഞങ്ങൾക്കൊരു ഭയവുമില്ല. അതായത് ഇരട്ടത്താപ്പ് എന്നുള്ളത് മാത്രം മുഖമുദ്രയാക്കിയിരിക്കുന്ന പ്രതിപക്ഷം ഇത്തരം കാര്യങ്ങളെ പർവ്വതീകരിച്ച് കാണിച്ചുകൊണ്ട് ആശ്വാസം കൊള്ളുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അങ്ങനെ സന്തോഷിച്ചുകൊള്ളട്ടെ. അങ്ങനെ സന്തോഷിച്ചിരുന്ന ഓരോ കാലഘട്ടങ്ങളിലും ഓരോ സംസ്ഥാനങ്ങളിലും നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം BJPയും BJPയുടെ മുന്നണിയും ശക്തമായിട്ട് മുന്നോട്ട് വന്നു, അധികാരത്തിലെത്തുകയും ചെയ്തു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ വേറൊരു കാര്യം കൂടി മഞ്ജുഷ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു, ഒരുപക്ഷെ ഇവർ പറയാത്തൊരു കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് 100-ലധികം സിറ്റിംഗ് MP-മാരെ മാറ്റി ചെറുപ്പക്കാരായിട്ടുള്ള 100-ലധികം പുതുമുഖങ്ങളെ മത്സരിപ്പിക്കാൻ ധൈര്യം കാണിച്ച ഒരേ ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഇപ്പോൾ തന്നെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ സമയത്ത് തന്നെ 71 BJP സിറ്റിംഗ് സീറ്റിൽ 32 പുതുമുഖങ്ങളെയാണ് നിർത്തിയിരിക്കുന്നത്. ഇങ്ങനെ കോൺഗ്രസിനോ മറ്റേതെങ്കിലും പാർട്ടിക്ക് ചിന്തിക്കാൻ പറ്റുമോ? അവരങ്ങനെ നിർത്തിയിരുന്നെങ്കിൽ അവരുടെ പാർട്ടി ഉണ്ടാകുമോ? പക്ഷെ BJPക്ക് അത് സാധിക്കും. അപ്പൊ അതുകൊണ്ട് അതിന്റെ കാരണം എന്തെന്നാൽ ശക്തമായ ഒരു പാർട്ടിയെ പുലർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന യുവതലമുറയെയും യുവനിരയെയും ഇന്ന് MP-മാരാക്കി പാർലമെന്റിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയായി അത്രയും ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. എന്നിട്ട് 100-ലധികം ആൾക്കാരെ സിറ്റിംഗ് MP-മാരെ മാറ്റിയിട്ട് പോലും എന്ത് പൊട്ടിത്തെറിയെങ്കിലും ഉണ്ടായോ? യാതൊരു പ്രശ്നവും ഉണ്ടായില്ലല്ലോ. അല്ല, ഗുജറാത്തിലെ പോലും ചില പ്രശ്നങ്ങൾ ഇവിടെ VPP മുസ്തഫ ചൂണ്ടിക്കാണിച്ചിരുന്നു, സ്ഥാനാർത്ഥികളെ മാറ്റേണ്ട സാഹചര്യം ഉണ്ടായതൊക്കെ. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ അനിൽ ബോസ്, ഇതിപ്പോൾ ഈ